നമസ്കാരം. എന്നോട് പറയാൻ പോകുന്നത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്ന ചിത്രത്തെ കുറിച്ചാണ്. കാട്ടൂർക്കടവ് എന്ന ഗ്രാമത്തിലെ ഒരുപാട് ഫുട്ബോൾ പ്രേമികളുടെ ഒരു കഥയാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്. ഇതിനകത്ത് മുഖ്യ വേഷണം ചെയ്തിരിക്കുന്നത് കാളിദാസ് ജയറാമും ഐശ്വര്യലക്ഷ്മിയുമാണ്. ചിത്രത്തിൽ കാളിദാസ് ജയറാം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് വിപിനൻ എന്നാണ്. വിപിനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മെഹ്റു എന്ന് പറയുന്ന പേരായിട്ട് വരുന്ന ഐശ്വര്യലക്ഷ്മിയാണ്. ഐശ്വര്യലക്ഷ്മിയും കാളിദാസ് ജയറാമും രണ്ട് എതിർ ടീമുകളിലാണ്. ഐശ്വര്യലക്ഷ്മി ഒരു ബ്രസീൽ ഫാനും കാളിദാസ് ജയറാം എന്ന് പറയുന്ന അർജന്റീന ഫാനുമാണ്. ഇവരുടെ സൗഹൃദത്തിലുള്ള പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിയും. ഇവർ തമ്മിലുള്ള ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളാണ് ചിത്രത്തിന്റെ ആദ്യഘട്ടത്തിൽ കൂടുതലായി പറയുന്നത്. കാളിദാസ് ജയറാമിന്റെയും ഐശ്വര്യലക്ഷ്മിയുടെയും സ്കൂൾ കാലഘട്ടം തുടങ്ങി അവരുടെ ഒരു 25-26 ഏജ് വരെയുള്ള ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ ഇടയിൽ 3 വേൾഡ് കപ്പുകൾ വന്നു പോകുന്നുണ്ട്. സോ അതിന്റെ ഇടയിൽ നമ്മൾ സാധാരണ ക്ലബ്ബുകളിലൊക്കെ ഇടുന്ന ഫുട്ബോളുകളിൽ കാണുമ്പോൾ പ്രതീതിയുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ഫാൻസിനും ക്ലബ്ബുകളിൽ ഇരുന്ന് ഫുട്ബോളുകളിൽ കാണുന്നവർക്കൊക്കെ നമുക്കറിയാം അതിന്റെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന്. സോ അത്തരത്തിൽ അത് കണ്ട് വളർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഒരു എതിർ ടീം തോൽക്കുമ്പോൾ നമ്മുടെ ആഹ്ലാദവും അത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുണ്ട് ഈ ചിത്രത്തില്. മിഥുൻ മാനുവൽ തോമസിന്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര കോമഡിക്ക് പ്രാധാന്യം ഉണ്ടെങ്കിലും അത്ര കോമഡി വർക്കൗട്ടായി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാളിദാസ് ജയറാമിന്റെ പ്രകടനം മുൻ ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി പതിവുപോലെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കരിക്കിലെ ജോർജ് ആയിട്ട് അഭിനയിച്ച അനൂക്കേനിയന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ 5-6 പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകളെല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അതും നന്നായിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ ഒരു ഫാന്റസി എലമെന്റ് കൂടി വരുന്നുണ്ട്. അത് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്കൂൾ കാലഘട്ടം തുടങ്ങി ചിത്രം അവസാനിക്കുന്ന വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ മുൻ ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ചിത്രങ്ങളും വിജയമായിരുന്നു. എന്നാൽ കാളിദാസ് ജയറാമിന്റെ എല്ലാ ചിത്രങ്ങളും പരാജയമായിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. എന്നിരുന്നാലും ചിത്രം വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അർജന്റീന ബ്രസീൽ ഫാൻ ഫൈറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിത്രം തിയേറ്ററിൽ കാണുമ്പോൾ കൂടുതൽ ആസ്വാദികരമായിരിക്കും. എനിക്ക് ചിത്രം അത്യാവശ്യം തലക്കേടില്ല എന്ന് തോന്നി. ചിത്രത്തിന് എന്റെ റേറ്റിംഗ് 3/5 ആണ്. നിങ്ങൾ ചിത്രം തിയേറ്ററിൽ പോയി തന്നെ കാണൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.